ഷാലൂസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയും കൂടെ പുതിയ പ്ലാൻസുകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 കോംബോയാണ്, നല്ല 2 കോംബോ, മഴക്കാലത്തൊക്കെ നന്നായിട്ട് നടാൻ പറ്റുന്ന കോംബോ. അതുകൂടാതെ ഒത്തിരി പ്ലാന്റ്സുകൾ, നമുക്ക് കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കലാത്തിയുടെ വെറൈറ്റികളൊക്കെ കാണിച്ചു പോകാം. കലാത്തിയ റാറ്റിൽ സ്നേക്ക് ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള കൂടുതൽ ഷൂട്ടുകളൊക്കെ ഉള്ളത്, നന്നായിട്ട് വേരൊക്കെ പിടിച്ചതാണ് കേട്ടോ. അതിന്റെ ഇത് കണ്ടോ, ഈ കലാത്തിയക്ക് ഒരു കിഴങ്ങ് പോലെയും കൂടെ വരും കേട്ടോ. അതാ ഇങ്ങനെ കണ്ടോ, ചില വെറൈറ്റികൾക്ക്. അപ്പൊ അത് വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ. പിന്നെ കലാത്തിയ ഓർണാറ്റ ഇതാ ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ ഇതാ ഇങ്ങനെ ഇത് സ്റ്റോക്കിലുണ്ട്. പിന്നെ കലാത്തിയ ക്രിംസൺ, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കലാത്തിയ നമ്മുടെ ക്രിംസൺ. ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് കേട്ടോ ഷൂട്ടുകൾ തന്നെ. ഒരു 2-3 ഷൂട്ടുകളൊക്കെ ആയിരിക്കും. ഇതിലിപ്പോൾ 4 കാണുന്നുണ്ട്. ഞാൻ എന്നാലും ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ 2-3 എന്നാണ് കേട്ടോ പറയുന്നത്. മിക്കതിനും തന്നെ അങ്ങനെ തന്നെയാണ്. 4-5 ഒക്കെ ഉള്ളത് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഇതേതാ മക്കിയോന. ഇത് നന്നായിട്ട് വേരുകളൊക്കെ വന്നിരിക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ഫുൾ പോട്ടായിരിക്കും നമ്മൾ വിടുക കേട്ടോ. ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് വേരുകളൊക്കെ വന്ന പ്ലാന്റുകൾ തന്നെ നമ്മൾ വിടുക. ഇത് കണ്ടോ, കിഴങ്ങെന്ന് പറഞ്ഞത് ഇതിനും ഇത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വേരുകളൊക്കെ ഉള്ള ഇതൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കാം കേട്ടോ. ഈ മഴക്കാലത്തൊക്കെ മഴയത്തൊക്കെ എടുത്ത് വെച്ച് നന്നായിട്ട് നനച്ചൊക്കെ കൊടുക്കാം. നിറച്ചും ഇത് വീണു കേട്ടോ. പിന്നെ നമുക്ക് വന്നേക്കുന്നത് നമ്മളുടെ കലാഡിയം വെറൈറ്റി, ഈ ഒരു വെറൈറ്റി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ, അധികം സ്റ്റോക്കിലില്ല. ഇതൊരു ജിഫിയിലും കൂടെയാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഒരു ഡാമേജും വരില്ല. നന്നായിട്ട് റൂട്ടുകളൊക്കെ ഉള്ള നല്ല അടിപൊളി പ്ലാന്റാണ്. കൂടുതൽ ഷൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ പച്ചീറ പ്ലാന്റ്, ഇത് സ്റ്റോക്ക് വന്നിട്ടുണ്ടാകുമ്പോൾ ഇൻഡോറിലേക്ക് നന്നായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. മുടി പിന്നിയ പോലെ ഇങ്ങനെ മുടി പിന്നിയ പോലെ, എന്നിട്ട് അവസാനം അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇതും കൊണ്ട് ടോയിൻ കൊണ്ട് അങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നല്ല ഭംഗിയായി കാണാനായിട്ട് ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ് കോസ്റ്റ്ലി ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നല്ല ക്രിസ്റ്റലിൻ്റെ ഒക്കെ പോട്ടിലൊക്കെ നമ്മളുടെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ, ഓഫീസിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല പ്ലാന്റാണ് ഇത്. അധികം അങ്ങനെ കേടൊന്നും വരാത്ത പ്ലാന്റുകൾ കൂടിയാണ്. അപ്പം കുറച്ച് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഇത് ക്രമീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പം നമ്മൾ പോട്ട് സഹിതമാണ് കേട്ടോ പ്ലാന്റുകൾ വിടുക. ഇങ്ങനെ നിങ്ങൾക്ക് സൗകര്യം പോലെ പോട്ടുകളിലേക്ക് മാറ്റി നട്ടാവുന്ന മതി. പിന്നെ അലക്കേഷ്യ വെറൈറ്റി ബാമ്പിനോ ഫുൾ പോട്ട്. ഒരു പോട്ടിൽ മിനിമം 3 എണ്ണം ഉണ്ടാവും. പിന്നെ 3 എണ്ണത്തിന് കൂടുതലായിരിക്കും. ഇതിപ്പോൾ 3 എണ്ണം വലിയ പ്ലാന്റും പിന്നെ ബേബി പ്ലാന്റുകളായിട്ട് രണ്ട് ബേബി പ്ലാന്റും വരുന്നതാണ് ഈ പോട്ടിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഇത് ചെയ്തോളൂ. ഇതും ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. പിന്നെ നമ്മളുടെ അഗ്ലോണിമ വെറൈറ്റി, അഗ്ലോണിമ കുറച്ച് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പുതിയത് കാണുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് നമ്മളുടെ അഗ്ലോണിമ സൂപ്പർ വൈറ്റ്, സ്നോ വൈറ്റ് അല്ല സൂപ്പർ വൈറ്റ്. സ്നോ വൈറ്റും സൂപ്പർ വൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. നല്ല വൈറ്റ് കളർ ആയിക്കോളൂ കേട്ടോ. ഇങ്ങനെ ഒരു പോട്ടിൽ 2 എണ്ണം ആയിരിക്കും. 2, 3, 4 ഒക്കെ ഇതുണ്ട് കേട്ടോ. 2 എണ്ണം മിനിമം 2 എണ്ണം ഉണ്ടാവും. പിന്നെ ഉള്ളത് പീസ് ലില്ലിയുടെ ചെറിയ പോട്ട് കേട്ടോ. പീസ് ലില്ലി നമുക്ക് പല ടൈപ്പ് വരാറുണ്ട്. മിക്കവാറും വെള്ളത്തിൽ വളരുന്നത്, പിന്നെ ബ്ലാക്ക് പീസ് ലില്ലി, ഇതെല്ലാം വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലകൾക്ക് തന്നെ ചിലതൊക്കെ പ്രത്യേകത ഉണ്ടായിരുന്നത്. ഒരു മാസം മുമ്പ് നമ്മൾ കൊണ്ടുവന്ന് ഡാർക്ക് പച്ചയായിട്ട് പൂക്കൾ ഒരു പ്രത്യേക വൈറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈസ് വ്യത്യാസമുള്ള പോട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതനുസരിച്ച് റേറ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ 270യുടെ പ്ലാന്റുകളൊക്കെ ആയിരുന്നു നേരത്തെ കാറ്റലോഗിൽ കൊടുന്നിരുന്നത്. ഇപ്പം 130 റുപ്പീസിൻ്റെ പ്ലാന്റുകളാണ് ഇപ്പോൾ കാറ്റലോഗ് ഇതിൽ വരുന്നത് കേട്ടോ. ഇങ്ങനെ കൂടുതൽ ഷൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നടാം, അല്ലെങ്കിൽ പിന്നീട് വലുതായി കഴിയുമ്പോൾ മാറ്റിയൊക്കെ നടാം കേട്ടോ. പിന്നെ അഗ്ലോണിമ 2 വെറൈറ്റി. അഗ്ലോണിമ സെൻസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്നത്. ചിലതിൽ ബേബി പ്ലാന്റ് ഒക്കെ വരുന്നുണ്ട്. ഇതിലൊന്നും ബേബി പ്ലാന്റ് ഇല്ല കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയിലുള്ള പ്ലാന്റ്. പിന്നെ ട്രൈ കളർ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതും കാറ്റലോഗിലുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ. ഇത് ഈ ഒരു സൈസിൽ. ഇതൊക്കെ പെട്ടെന്ന് വലുതാവും കേട്ടോ. പക്ഷെ ട്രൈ കളർ കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ്. ഇത് പെട്ടെന്ന് വലുതാവുന്ന പ്ലാന്റ്. നല്ല ഭംഗിയിലൊക്കെ ഒത്തിരി അഗ്ലോണിമ കളക്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലോ. പിന്നെ ഉള്ളത് മോൺസ്റ്റേറ ഡെലൂസിയോസയുടെ ഒരു പ്ലാന്റ്. ഇതിപ്പോൾ ഫെനസ്ട്രേഷൻ വരുന്നുള്ളൂ കേട്ടോ. അടുത്ത ലീഫിലാവുമ്പോഴത്തേക്കും ഫെനസ്ട്രേഷൻ വരും. അടുത്ത ലീഫിലാവുമ്പോഴത്തേക്കും ഹോളൊക്കെ വന്നോളൂ കേട്ടോ.
ആ ഒരു പ്ലാന്റ് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചറായിട്ട് വലിയ പ്ലാന്റിൻ്റെയാണ് കൊടുത്തത്. സെക്കൻഡും തേർഡ് ഇമേജാണ് ആക്ച്വൽ പിക്ചർ കൊടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങളൊന്ന് സ്ലൈഡ് ചെയ്ത് നോക്കണം കേട്ടോ. കാറ്റലോഗ് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക ഏത് പ്ലാന്റാണ് അയക്കാൻ പോകുന്ന പ്ലാന്റ് എന്ന് അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇത് പ്ലാന്റിൻ്റെ സൈസ്, അയക്കാൻ പോകുന്ന പ്ലാന്റ് അല്ല, പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടാവുമേ. പിന്നെ ഇതിൻ്റെ തന്നെ വേരിഗേറ്റഡ് വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ഒരേ ഫാമിലിയിൽ പെട്ടതാണ്. മോൺസ്റ്റേറ ഡെലൂസിയോസയുടെ വേരിഗേറ്റഡ് വെറൈറ്റി, മോൺസ്റ്റേറ ആൽബോ എന്നൊക്കെ പറയും. ഇതിപ്പോൾ ഇങ്ങനെ വേരിഗേറ്റഡ് ഇത് കണ്ടോ. ഇനിയിപ്പോൾ ഈ വൈറ്റ് കയറി വരും കേട്ടോ, നല്ല ഭംഗിയിൽ വരും. നിങ്ങൾ ഒന്ന് ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ, ഇതിൻ്റെ വലിയ പിക്ചർ കൊടുത്തേക്കാം. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ അത് അവൈലബിൾ ആണ്. ഇതിപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ്. അത് പക്ഷേ ഇതൊക്കെ മാർക്കറ്റിൽ അധികം കോമൺ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് കാറ്റലോഗിൽ കൊടുത്തേക്കാം. നല്ല ഭംഗിയാണ് പ്ലാന്റ് കാണാൻ കേട്ടോ. നമുക്കിത് ഒത്തിരി പ്ലാന്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ചൊക്കെ നമുക്ക് ഡാമേജ് ആയിരുന്നു. ഇലകൾക്ക് കുറച്ച് കരിച്ചിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് മാത്രമാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. എല്ലാത്തിലും ഈ ഫെനസ്ട്രേഷൻ ഹോള് വന്നിട്ടുണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ ഇതിന് ഹോള് വന്നിട്ടില്ല. ഇത് വേരിഗേറ്റഡ് വെറൈറ്റി അല്ല, സാധാ വെറൈറ്റിയാണ്, എങ്കിലും ഹോള് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലതിൽ ഹോൾ ഇല്ലാത്തതുമായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ലീഫൊക്കെ വരുമ്പോഴത്തേക്കും ഒരു 4-5 ലീഫ് വരുമ്പോഴത്തേക്കും ഹോളൊക്കെ നന്നായിട്ട് വന്നോളും. എന്നാലും ഈ ഇതുണ്ടാവും കേട്ടോ. ഈ വേരിഗേറ്റഡ് വെറൈറ്റി തന്നെ ആയതുകൊണ്ട് ആ വേരിഗേറ്റഡ് ആ ലീഫുകൾ തന്നെ ആയിരിക്കും. അതിൽ വൈറ്റിനൊക്കെ കൂടിയും കുറഞ്ഞിരിക്കുന്നു മാത്രം. ഇപ്പോൾ ഈ ലീഫിൽ വൈറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ ചില ലീഫിന് ഇപ്പോൾ വൈറ്റ് ഇപ്പോൾ ഡോട്ട് പോലെ വന്നേക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇന്നത്തെ കോംബോയിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് 2 വെറൈറ്റികളാണ് ഇന്നത്തെ കോംബോയിലുള്ളത്. ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഹിറ്റ് കോംബോ എന്ന് പറയുന്ന രീതിയിലുള്ള പ്ലാന്റാണ്. ഇത് നമ്മളുടെ ഫൈക്കസ് വെറൈറ്റി പറയാൻ കിട്ടുന്നില്ല. ഫൈക്കസ് വെറൈറ്റി, ഫൈക്കസ് റേഡിക്കൻസ് വേരിഗേറ്റഡ്. നമ്മൾ നേരത്തെ തുടങ്ങി ചെയ്യുന്ന പ്ലാന്റാണ്. ഒത്തിരി പേർക്ക് വേണ്ട പ്ലാന്റ്. ഇത് വരുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം കൂടെ. പക്ഷെ നല്ല കരുത്തുള്ള പ്ലാന്റ്, നല്ല രസമുള്ള പ്ലാന്റാണ്. ഇതിൽ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. പോട്ടുകൾ നമുക്ക് അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. പോട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കോപീറ്റിലും ഇതൊക്കെ വരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ തന്നെ വിട്ട് കഴിഞ്ഞാൽ കൊക്കോപീറ്റ് പുറത്തേക്ക് പോയിട്ട് ചെടി ചാടി പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ഇങ്ങനെ ചെറിയ ഇത് സ്റ്റെമ്മുകൾ കുത്തി നിറച്ചേക്കണതാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വിടാനായിട്ട് റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒറ്റ പ്ലാന്റായിട്ട് തണ്ടായിട്ട് നിൽക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ വിടാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ പോട്ടിൽ നിന്ന് എടുത്തിട്ടായിരിക്കും വിടുക. പോട്ട് മാറ്റിയിട്ട് അങ്ങനെയാണ് ക്യൂട്ട് വിടുക. എല്ലാ പ്ലാന്റുകളും തന്നെ പോട്ട് മാറ്റിയിട്ട്, പോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ആദ്യത്തെ വെറൈറ്റി. നല്ല കരുത്തുള്ള സ്വരം കേൾക്കുന്നുണ്ടേ, ഞാൻ മൈക്കിൻ്റെ അടുത്തേക്ക് വെക്കുന്നതാണ് കേട്ടോ. നല്ല കരുത്തുള്ള പ്ലാന്റ്, ഫൈക്കസ് റേഡിക്കൻസ് വേരിഗേറ്റഡ് കേട്ടോ. അതേപോലെ തന്നെ ഫൈക്കസ് പുമില. ഇങ്ങനെ ഇത് നല്ല കരുത്തുള്ള അടിപൊളി പ്ലാന്റ്. ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിപ്പോൾ എപ്പോഴും നമ്മൾ കൊണ്ടുവരാറുള്ള കോംബോ തന്നെയാണ്. ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റും കൂടെയാണ്. 2-3 പ്രാവശ്യം എടുത്തേക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇത് രണ്ടും കൂടെ 400+ കൊറിയറാണ് വരുന്നത്. 400+ കൊറിയർ. അപ്പോൾ താല്പര്യമുള്ളൊരു വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. മാക്സിമം ഈ പ്രാവശ്യത്തെ പ്ലാന്റുകൾ ഈ ആഴ്ച തന്നെ വിടാൻ ശ്രമിക്കും. ഇപ്പോൾ മൺഡേ അവധി ആയതുകൊണ്ട് ഒരു ഡിലേ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അവസാനമൊക്കെ ഓർഡർ തരുന്നവർക്ക് ചിലപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞിട്ടും ചിലപ്പോൾ തരും കേട്ടോ. അതൊന്നും ഓർത്തിരിക്കുക. പിന്നെ ഇന്നത്തെ അടുത്ത കോംബോ എന്ന് പറയുന്നത് 3 പ്ലാന്റുകൾ. ആദ്യത്തെ കോംബോയിൽ 2 പ്ലാന്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കാണിച്ചത്, ഫൈക്കസ് വെറൈറ്റിയുടെ. ഈ കോംബോയിൽ 3 പ്ലാന്റുകളാണ് ഉള്ളത്. ഇത് ബിഗോണിയയുടെ കോംബോയാണ്. നമ്മൾ ബിഗോണിയയുടെ കോംബോ അധികം ചെയ്യാറില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിഗോണിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ വരുന്നത് കേട്ടോ. ഒരു ഡാർക്ക് ബ്ലാക്ക് എന്ന് പറയാല്ലേ, ബ്രൗൺ ടൈപ്പ്, ബ്രൗണും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു വെൽവെറ്റ് ഫിനിഷുള്ള ഒരു ലീഫാണ് വരുന്നത് കേട്ടോ. അതിൽ വൈറ്റ് ഡോട്ട് വരുന്ന ലീഫാണ് വരുന്നത്. കണ്ട ഇങ്ങനെ ബോർഡർ കുറച്ചും കൂടെ ഡാർക്കായിട്ടും വരും. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇങ്ങനെയാണ് പ്ലാന്റുകളൊക്കെ ഇരിക്കുക കേട്ടോ. നല്ല നിങ്ങൾക്ക് വീട്ടിൽ വരുമ്പോൾ തന്നെ വേണമെങ്കിൽ അടർത്തി നടാം. അല്ലെങ്കിൽ ഈ ലീഫ് പ്രൊപ്പഗേഷനൊക്കെ ഒത്തിരി വീഡിയോയൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഒത്തിരി പ്ലാന്റുകളാക്കി എടുക്കാൻ പറ്റും. പിന്നെ ബിഗോണിയയ്ക്ക് നമ്മൾ മഴയത്ത് വെച്ചെന്ന് വെച്ചാൽ ഒരു കംപ്ലൈൻറ്റും വരില്ല കേട്ടോ. ബിഗോണിയ ശരിക്കും മഴ കൊള്ളാം, പക്ഷെ വെയിൽ ഡയറക്റ്റ് അടിക്കരുതെന്ന് മാത്രം. അപ്പോൾ ഒരു നെറ്റ് കെട്ടിയിട്ട്, ഒരു ഗ്രീൻ നെറ്റ് എന്തെങ്കിലും കെട്ടിയിട്ട് അതിൻ്റെ താഴെ വെക്കുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ മഴയത്തായിരിക്കണം ഗ്രീൻ നെറ്റിൻ്റെ താഴെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ മഴ കൊള്ളുന്നുണ്ട്.
പക്ഷെ ലീഫിൽ ഒത്തിരി ഇങ്ങനെ വെള്ളം കുത്തി വീണ് കഴിഞ്ഞാൽ ലീഫ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൊതുകൊക്കെ ഉണ്ടെങ്കിൽ ലീഫ് വെട്ടി കളയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഗ്രീൻ നെറ്റ് ആകുമ്പോൾ ഒരു ഷെയ്ഡ് വരും, പിന്നെ മഴയ്ക്ക് ഒരു തടയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വെച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം വെക്കുക കേട്ടോ. ഞാനിപ്പോൾ എനിക്കൊക്കെ വെക്കണതിന് കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇത് അടുത്ത വെറൈറ്റി ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റ് വരിക. ഇങ്ങനെ ഇതാണ് പാറ്റേൺ വരിക. നല്ല ഒരു എന്ത് കളർന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇത് നിങ്ങൾ പ്ലാന്റ് കണ്ടോളൂ, നല്ല അടിപൊളി കളറുകളായിട്ടുള്ള പ്ലാന്റ്, നല്ലോണം വേര് വന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് വേരുകളൊക്കെ വന്ന അടിപൊളി പ്ലാന്റാണ്. നല്ലോണം നനവും കൊടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ളതിന് ചെറുതായിട്ട് ഇലകൾ ഇങ്ങനെ വാടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നനവ് കൊടുത്തോളൂ. ഇങ്ങനെയുള്ള കൊക്കോപ്പീറ്റിലൊക്കെ ഇതൊക്കെ വരുന്നത്, കൊക്കോപ്പീറ്റ് മോസൊക്കെ ചേർന്നിട്ടുള്ളൊരു പോട്ടി മിക്സാണ്. പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു വെറൈറ്റി. ഇങ്ങനെ ഗ്രീനും ഒരു ബ്രൗണൊക്കെ ചേർന്നിട്ടുള്ളൊരു വെറൈറ്റി. ഇതാണ് പ്ലാന്റ് വരുന്നത്. അപ്പോൾ ഈ 3 പ്ലാന്റാണ് ഈ കോമ്പോയിൽ ഉണ്ടായിരിക്കുക. ഇങ്ങനെയാണ് കോംബോ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 3 പ്ലാന്റിനും കൂടെ 500+ കൊറിയറാണ്, 500+ കൊറിയർ. താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് അയച്ചോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ കൂടുതൽ പോട്ടുകളിലേക്കൊക്കെ മാറ്റി നടാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ, നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് അയച്ചോളൂ. പിന്നെ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ മെസ്സേജ് തരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഡ്രസ്സ് അയക്കാൻ ശ്രമിക്കുക. അഡ്രസ്സ് ഞാൻ കണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ ഇടുമ്പോൾ തന്നെ പേയ്മെൻറ്റും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2, 3, 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ പ്ലാന്റുകളൊക്കെ തീർന്നു പോയിട്ടുണ്ടാവും. അന്നേരം പിന്നെ എന്നെ വന്നിട്ട് സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓൺലൈനാകുമ്പോൾ അങ്ങനത്തേക്കുള്ള ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ. നമുക്ക് ഒരാളുടെ പേയ്മെൻറ്റ് കണ്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റും ചെയ്യാനായിട്ട് ശ്രമിക്കണേ. പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ടും കൂടെ അയക്കാം. പിന്നെ ഈ ബിഗോണിയയിൽ ഇപ്പോൾ 3 ഞാൻ കോംബോയിൽ കാണിച്ചു. ഈ കോംബോയിൽ 3 പ്ലാന്റ് 500+ കൊറിയറാണ് വരുന്നത്. അത് കൂടാതെ ഒരു പ്ലാന്റും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വെറൈറ്റിയും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതും കാറ്റലോഗിൽ സിംഗിളായിട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇത് കോംബോയിൽ ഉള്ള പ്ലാന്റ് അല്ല, കോംബോയിൽ അല്ലാത്ത പ്ലാന്റ് കേട്ടോ. ഈ ഒരു വെറൈറ്റിയും കൂടെ ഇങ്ങനെ. അപ്പോൾ കോംബോയിൽ എടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇതും കൂടെ ഓർഡർ ചെയ്യാമേ. അപ്പോൾ ഇത്രയാണ് പ്ലാന്റുകളൊക്കെ ഉള്ളത്. ഇനി ഇത് കൂടാതെ പ്ലാന്റുകളെല്ലാം ഞാൻ കാണിക്കുന്നില്ല, ബാക്കിയൊക്കെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് കാറ്റലോഗ് അയക്കാൻ പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് തന്നാൽ മതി കേട്ടോ. പോട്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല, പോട്ടുകൾ മാറ്റിയിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ വിടുക. എത്രയും സേഫ് ആയിട്ട് തന്നെ നമ്മൾ പ്ലാന്റുകൾ വിടാനും ശ്രമിക്കുക കേട്ടോ. പ്ലാന്റുകൾ വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെയൊക്കെ മെസ്സേജുകളൊക്കെ തന്നേക്കാം കേട്ടോ. ട്രാക്കിംഗ് ID സംഭവങ്ങളൊക്കെ അതാത് സമയത്ത് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. വിതിൻ 2 days പ്ലാന്റ്സുകൾ എല്ലായിടത്തും തന്നെ കിട്ടുന്നുണ്ട്. കേരളത്തിൽ എവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ 3-4 ദിവസം കൊണ്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.